എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറേ ആയില്ലേ നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഓരോരോ കാര്യങ്ങളും തിരക്കും അതുപോലെ ഓരോരോ പ്രശ്നങ്ങളും വയ്യായ അങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ വീഡിയോ ഇടാൻ ആയില്ല കേട്ടോ. ലോങ് വീഡിയോ അതും ഷോർട്ട് വീഡിയോ ഞാൻ കുറേയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ലോങ് വീഡിയോ എടുക്കുന്ന സമയത്തും പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ജനുവരി ഫസ്റ്റ് വാരം തുടങ്ങിയിട്ട് നമ്മുടെ ലോങ് വീഡിയോ ഒക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇടണമെന്ന് ഇങ്ങനെ വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ അപ്പോഴേക്കും പനി പിടിച്ച് ഇത്ര ദിവസമായിട്ട് മെല്ലെ ശരിയാവുന്നതേ ഉള്ളൂ കേട്ടോ. സൗണ്ട് പോലും ശരിയായിട്ടില്ല. അപ്പോൾ അങ്ങനെ മെല്ലെ ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇനി ഇതുപോലെ പിന്നെ ഇടാന്ന് പറയുമ്പോൾ അങ്ങനെ സമയം പോയിക്കൊണ്ടേ ഇരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അതായാലും ഇത് മാറുന്നവരെ കാത്തിരുന്നിട്ടും കാര്യമില്ല പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് തുടങ്ങി വീഡിയോ ഇടാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുറേ ആയിട്ടോ നമ്മുടെ ഈ റൊട്ടീനും എല്ലാം തെറ്റിക്കിടക്കുമായിരുന്നു. ഓരോരോ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊന്നും കറക്റ്റായിട്ട് കുറേയൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അപ്പോഴേക്കും പനിയെല്ലാം പിടിച്ചു. അപ്പോൾ അതെല്ലാം മാറി. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ടൂറ് പോയിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഊട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ ഈ ലോങ് വീഡിയോ ഇടേണ്ട ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ലോങ് ഇടാണ്ട് ഷോർട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്നറിയാം. എപ്പോഴും നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എപ്പോഴും അന്വേഷിക്കും കേട്ടോ, എപ്പോഴാണ് നമ്മൾ ലോങ് വീഡിയോ ഇടുന്നത്. അതുപോലെ കുറേ റെസിപ്പിയൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതൊന്നും ഇടാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു വിഷമം. നമ്മളിങ്ങനെ ചെയ്തിട്ട് പിന്നെ വീണ്ടും ചെയ്യാണ്ട് നിർത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ആ കുട്ടി കുറേ ആയി നമ്മളോട് ഓരോ റെസിപ്പി ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു റെസിപ്പി തന്നെ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, പെട്ടെന്ന് നമ്മളിങ്ങനെ ഓരോ കാരണം കൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. പിന്നെ അത് നിർത്തി. പിന്നെ അത് നമ്മൾ എന്തൊരു കാര്യം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്ത് പോകുമ്പോൾ അതൊന്നും നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്ത് പോകുമ്പോൾ അത് നമ്മൾ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടേയിരിക്കും. ഇല്ല നമ്മൾ ഇടയിൽ നിന്നൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും തുടങ്ങുക എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് വന്നു. പിന്നെ അത് നമ്മൾ തുടങ്ങാൻ പറ്റാണ്ടായി. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറേയൊന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല. അങ്ങനെ ഇടാണ്ടിരുന്നു. പിന്നെ വീണ്ടും നമ്മൾ ഷോർട്സ് ഇട്ടു. കുറച്ച് എന്താ പറയുക, നമ്മളൊരു ചാനൽ കുറച്ചൊക്കെ കൊണ്ടുപോകുമ്പോൾ പറയുമ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഇതിലൊരുപാട് കണ്ടീഷൻസൊക്കെ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് നമ്മളൊരു ചാനൽ ഒരു ഇത് എത്തിക്കുമ്പോൾ അത് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നമ്മൾ പെട്ടെന്ന് വേണ്ട പറഞ്ഞ് ഇട്ടിട്ട് പോകുമ്പോൾ എന്താ പറയുക, അത് പിന്നെയും ഒന്നൊന്ന് തുടങ്ങുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മക്കളെ നോക്കുമ്പോൾ തന്നെ ഏതൊരു സാധനം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ആരംഭിച്ച് കൊണ്ടുപോകുമ്പോൾ അതിന്ന് വഴിയിൽ നിന്ന് ഇങ്ങനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ. അപ്പോൾ അതും എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ വീഡിയോ ഇടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്കത് ഇടാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങനെ ഈ ലോങ് വീഡിയോ ഓരോന്ന് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയെങ്കിലും നമുക്ക് ഇതുപോലെ ഗ്യാപ്പ് വരാണ്ട് വീഡിയോ ഇടാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇതുപോലെ അങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, തുടർച്ചയായി ചെയ്യുമ്പോൾ എന്താ പറയുക, അതങ്ങനെ ചെയ്തു പോകും. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും ഒരു ബുദ്ധിമുട്ടായി തോന്നല്ലേ. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ചാനൽ ഇതുപോലെ തുടങ്ങി, പിന്നെ ബ്രേക്ക് ചെയ്തു, പിന്നെയും കുറേ ഒരു വർഷമൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് എടുക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. എന്നാലും നമ്മുടെ ചാനലിൽ അന്നത്തെ പോലെ നമ്മളൊന്നും വീഡിയോ ഇടാണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷോർട്സൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ പൂച്ചക്കുട്ടികൾക്കും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ റൗലിക്ക്. അപ്പോൾ അവളെയും കൊണ്ട് ഹോസ്പിറ്റലായിരുന്നു കുറേയൊക്കെ. അവൾക്ക് വയ്യാണ്ടും ഒരു 2 സർജറിയൊക്കെ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറേ ബുദ്ധിമുട്ടും. അവളെ നാടൻ പൂച്ച ആയതുകൊണ്ട് തന്നെ അവൾ നമ്മൾ സാധാരണ മറ്റു പൂച്ചകളെ പോലെ കൂട്ടിൽ കിടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവൾക്ക് 2 സർജറിയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അവളെ തന്നെ ഒരു 1.5 മാസം നമ്മൾ നല്ല നമ്മളെ ചെറിയ കുട്ടികളെ നോക്കും പോലെയൊക്കെ നോക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ അവൾക്ക് പ്രശ്നമായപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ആഴ്ചയിൽ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അത് നമ്മുടെ ഇവിടെയൊന്നുമില്ല കേട്ടോ. നമ്മൾ പാലക്കാട് തന്നെ കൊണ്ടുപോകണം. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോകണം. അവിടെ തന്നെ സർജന്മാരൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ സർജറി 2 എണ്ണം ചെയ്യേണ്ടി വന്നു. അവളെ കുഞ്ഞു കുട്ടികളെ പോലെ തന്നെ നമ്മൾ നോക്കേണ്ടതായിട്ടൊക്കെ വന്നു കേട്ടോ. പിന്നെ അവൾക്ക് മരുന്ന്, ഇഞ്ചക്ഷൻ, സിറപ്പ്, അതുപോലെ ടാബ്ലറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അവർ മരുന്ന് തന്നത്. അതും ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ആ സമയത്തൊന്നും നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ
വീഡിയോ എടുക്കേണ്ട ഒരു ഇതിലായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് വീഡിയോ എടുക്കാനോ ഇടാനോ ഒന്നും നിന്നില്ല കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ അവളെ നമുക്ക് വീണ്ടും പഴയ പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന റെസിപ്പി അപ്പോഴേക്കും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മന്തിയാണ് കേട്ടോ. കുറേ ആയിട്ട് നമ്മുടെ ചിത്ര പറഞ്ഞ സബ്സ്ക്രൈബർ കുറേ ആയിട്ട് ചോദിക്കുന്ന ഓരോ റെസിപ്പികൾ. അപ്പോൾ മന്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതും നമ്മുടെ അയില മന്തി കേട്ടോ. അപ്പോൾ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്, ഒരിക്കൽ കാട്ടിയിട്ടുണ്ട് തോന്നുന്നു. എന്നാലും അതിൻ്റെ റെസിപ്പി ഒന്നുകൂടി നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റായിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തികളിൽ നമ്മുടെ അയില മന്തി ഭയങ്കര ഇഷ്ടമാണ്. വളരെ സിമ്പിളുമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മീനൊക്കെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊരു മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് 1 സ്പൂണ്, കുരുമുളക് പൊടി ചേർക്കുക കേട്ടോ. പിന്നെ ഉപ്പ് ചേർക്കുക, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർക്കുക, കറിവേപ്പില ചേർക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വരഞ്ഞിട്ടുള്ള നമ്മുടെ മീനിലേക്ക് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ മീനിൻ്റെ ഉള്ളിലും എല്ലാം നല്ലപോലെ തന്നെ തേച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അത് റെസ്റ്റ് ചെയ്യുന്ന നേരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ മന്തി റൈസൊന്നും അല്ല കേട്ടോ എടുക്കുന്നത്, സാധാരണ നമ്മുടെ ബസുമതി റൈസാണ് നമ്മൾ എടുക്കുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും നമ്മുടെ മന്തി, അയില മന്തി ആയാലും ശരി, ചിക്കൻ വെച്ചിട്ടുള്ള മന്തി ആണെങ്കിൽ ശരി, അത് വെച്ചിട്ടാണ് എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അത് എത്ര വേണം പറഞ്ഞാൽ അതിനനുസരിച്ച് എടുത്ത് നല്ലപോലെ കഴുകി നമുക്കിത് ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കുതിർത്ത് വരുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാം നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാകും കേട്ടോ. സിമ്പിളായിട്ടുള്ള മസാലയാണ്, പക്ഷേ ടേസ്റ്റ് പറയുമ്പോൾ ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ തന്നെ നമ്മുടെ മീൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടായതിലേക്ക് നമ്മുടെ മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ വറുക്കും പോലെ തിരിച്ചും മറിച്ചുവിട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചട്ടിയിൽ വറുക്കുന്നതിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ മീൻ റെഡിയായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിടാനൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെ വട്ടം കൂടിയ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ചീനിച്ചട്ടിയിൽ നിന്നൊക്കെ ഇതുപോലെ എടുക്കുന്നത് പോലെ വളരെ സിമ്പിളായിട്ട് നമുക്കിതിൽ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മീനിന് ചെറിയൊരു പൊട്ടലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു പാനിൽ ഇതുപോലെ വറുത്തിട്ട് നമുക്ക് മന്തി ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇങ്ങനെ തന്നെ വറുക്കുന്നതിൻ്റെ ഉദ്ദേശം 2 ഉണ്ട് കേട്ടോ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വറുക്കുമ്പോൾ എന്താ പറയുക, ഇതിൻ്റെ മസാലയൊക്കെ അതിൽ പറ്റിപ്പിടിച്ച് ഇതിൽ തന്നെയാണല്ലോ നമ്മൾ റൈസ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ആ റൈസിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ അതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്, ഒരുവിധം കുഴപ്പമില്ലാണ്ടൊക്കെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. 2 സൈഡും മുരിഞ്ഞ് മാറ്റിയതിന് ശേഷം കുറച്ചുകൂടി ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 വലിയ ഉള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ എന്താ പറയുക, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒരുപാട് കുഴഞ്ഞ് വരേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ടി വരണം കേട്ടോ. ആ പച്ചമണമൊക്കെ മാറി, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി അതിൻ്റെയൊക്കെ പച്ചമണം മാറി വരണം കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ എന്താ പറയുക, ദം ചെയ്യുന്ന സമയത്ത് സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കനലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ചിരട്ട കത്തിച്ച് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ റെഡിയാകുമ്പോഴേക്കും ഇത് പെട്ടെന്ന് കനൽ റെഡിയാകുമല്ലോ പറഞ്ഞിട്ട് കേട്ടോ. ഇപ്പോൾ ഒരുവിധം വഴണ്ടി വന്നതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ഇതെല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ചീവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ സാധാരണ നാരങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മുടെ മന്തിയിലൊക്കെ ഉണക്ക നാരങ്ങയാണ് ചേർക്കാറുള്ളത്. ഞാൻ അതിന് പകരം എപ്പോഴും ഇതുപോലെ നമ്മുടെ സാധാ നാരങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിലേക്ക് നമുക്ക് എന്താ പറയുക, നല്ലപോലെ തിളച്ചതിലേക്ക് നമ്മുടെ കുതിർത്തിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബസ്മതി അരി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് വേവാൻ ടൈം എടുക്കും, അതുകൊണ്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്തിട്ട് നമ്മളിത് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിത് തീ കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അരിക്ക് വേവ് കുറവ്, ഒരു
ടേസ്റ്റ് കുറവും മയക്കുറവൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നല്ലോണം തിളച്ചതിന് ശേഷം നല്ലപോലെ തീ കുറച്ചിട്ട് അത് നല്ലപോലെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ വെള്ളമൊക്കെ നല്ലപോലെ തന്നെ പറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നല്ലപോലെ നമ്മുടെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ മസാലയിൽ തന്നെ ഈ റൈസ് വെന്ത് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകൊക്കെ ഇതിലിങ്ങനെ ഇടയിൽ വേണമെങ്കിൽ കുത്തി വയ്ക്കാം കേട്ടോ. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എരിവിന് നമ്മൾ നമ്മുടെ കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഉള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ മീൻ വറുത്തതിൻ്റെ മസാലയുടെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഒരുപാട് എരിവൊന്നും നമ്മുടെ റൈസിന് ഉണ്ടാവില്ല. എന്നാലും നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ നമ്മുടെ അയില മന്തി എപ്പോഴും വെക്കാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ചിക്കൻ മന്തിയെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം അയില മന്തിയാണ്. ഞാൻ എപ്പോൾ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയാണ് എൻ്റെ മസാലയും അതുപോലെ തന്നെ മന്തി വെക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ മീനെല്ലാം വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ കനൽ ഉണ്ടാക്കിയത് കൂടെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ ഒന്ന് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സ്മോക്കി എഫക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ സ്മോക്കി എഫക്റ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അതാണ് നമ്മുടെ മന്തിയുടെ പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മുടെ ഒരു തക്കാളി ചട്നി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. 2 തക്കാളി എടുത്തിട്ട് ഇതുപോലെ തന്നെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ജീരകം ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരയ്ക്കുന്ന സമയത്ത് വെള്ളം ചേർക്കുന്നില്ല. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. നല്ലപോലെ തന്നെ വെള്ളത്തിലാണ് അപ്പോൾ നമ്മുടെ ചട്നി ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല കട്ടിയിലല്ല, ഇത്തിരി വെള്ളം പോലെ തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കട്ടി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇപ്പം നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പുക വരുന്നുണ്ട് കണ്ടോ. നല്ല സ്മോക്കി എഫക്റ്റായിട്ട് നല്ലൊരു പ്രത്യേക മണമാണ് കേട്ടോ അത് തുറക്കുന്ന സമയത്ത് വരുന്നത്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മീനൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും ചെയ്യും. നല്ല സ്മോക്കി എഫക്റ്റൊക്കെ ആയിട്ട് ആ ഒരു നല്ലൊരു ഫ്ലേവറും നമ്മുടെ മീനിന് ഉണ്ടാവും കേട്ടോ. പിന്നെ ആദ്യം തന്നെ നമ്മൾ ആ മീനൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ആ മീനൊക്കെ എല്ലാം ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒന്നാമത്തെ ഇതുപോലെ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് കേട്ടോ. എന്താ പറയുക, ചിലപ്പോൾ ഈ മീനിൻ്റെ മുള്ളൊക്കെ അങ്ങനെ വേർപെട്ട് കിടക്കുന്നുണ്ടാകും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് നമ്മുടെ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അയില മന്തി റെഡി ആയിട്ടുണ്ട്. തക്കാളി ചട്നി അതുപോലെ തന്നെ മയോനൈസ് നമ്മുടെ അയില എല്ലാം നന്നായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കും. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്